ഹലോ ഫ്രണ്ട്സ്, എൻജനി എയിൻസ് ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ കുത്തുകുഴി കോതമംഗലം. നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഒരു കളക്ഷനാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ ഫുൾ കരിയിൽ നമ്മുടെ ആ കട്ട് വർക്ക് പാറ്റേൺ ഇങ്ങനെ വരുന്ന ഫുൾ കരി മെറ്റീരിയലാണ്. അതിനകത്ത് ഫസ്റ്റ് കളർ വരുന്ന ഡസ്റ്റി പിങ്ക് ടോൺ 175 ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത്. 175 ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ്. ഡസ്റ്റി പിങ്ക് ടോൺ ഇത് 45 ഇഞ്ച് വിഡ്ത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് സാരിയായിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം. അതിന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സാരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെയറിങ് ബ്ലൗസായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ മെറ്റീരിയൽ കൊടുക്കാം കേട്ടോ. ഇതൊരു സെമി സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ്. 270 ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ്. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇത് തന്നെ നമുക്ക് ടോപ്പായിട്ട് തയ്ക്കണമെങ്കിൽ അങ്ങനെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഒരു ലൈറ്റ് ബേജ് ടോൺ ആണ്. ലൈറ്റ് ബേജ് ടോണിൻ്റെ ഈ ഒരു ഡസ്റ്റി പിങ്ക് ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. ഇത് 175, ഇത് 270. ഇങ്ങനെ സാരിയും ബ്ലൗസുമായിട്ട് പെയർ ചെയ്യണമെങ്കിൽ നമുക്കത് ഇങ്ങനെ പെയർ ചെയ്യാം. അല്ല ഇത് തന്നെ ടോപ്പായിട്ട് തയ്ക്കണമെങ്കിലും ഇത് തന്നെ ടോപ്പായിട്ട് തയ്ക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം. അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രേപ്പിൻ്റെ ഇത് ഈ റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഗ്രേപ്പിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡ്. അതിന് വേണമെങ്കിൽ കോൺട്രാസ്റ്റായിട്ട് നമുക്കിതേ ഇങ്ങനെ കൊടുക്കാം. $270 ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ്. എൻ്റെ മറ്റേ ആ സെയിം ടോണിലുള്ളതും കൂടെ കാണിച്ച്. ഇനി നമുക്ക് ഈ സെയിം ടോൺ ടു ടോൺ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് നമുക്കത് ഒരു സാരിക്കൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഒരു സെമി സിൽക്ക്, നല്ല ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, നമുക്ക് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇനി ടോൺ ടു ടോണിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും സെയിം കളറാണ്. അപ്പോൾ നമുക്കിങ്ങനെ ടോൺ ടു ടോൺ ആയിട്ടും ചെയ്യാം. ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് 95 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇത് നല്ല മെറ്റീരിയലാണ്. നല്ല നമുക്ക് ഈ റെയിനി സീസണിലൊക്കെ വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ നല്ല മെറ്റീരിയലാണ്. അടുത്തത് വരുന്നത് നമുക്ക് വൈറ്റ്, പ്യുവർ വൈറ്റിൽ വരുന്ന സെറ്റല്ല കേട്ടോ, സോറി, റണ്ണിങ് മെറ്റീരിയൽ ഫുൾ കാരി ഹക്കോബ പാറ്റേണിൽ വരുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് സാരി ആയിട്ടോ ഇത് ബ്ലൗസായിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. ഇത് നല്ലൊരു പിങ്ക് ടോണാണ്. 95 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അടുത്ത വരുന്നത് നമുക്ക് റാണി പിങ്ക്. ഇതും നമുക്ക് സാരിയായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇതും സാരിയായിട്ട് മുറിച്ചെടുക്കാം. റാണി പിങ്ക് ടോൺ. ഇനി ഇത് ബ്ലൗസായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഈ റാണി പിങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് സാരിയായിട്ട് ഉപയോഗിക്കാം. 95 ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത്. ഇതൊക്കെ കോൺട്രാസ്റ്റിലും ചെയ്യാം അല്ലേ. ഇങ്ങനെയൊക്കെ കോൺട്രാസ്റ്റിലും ചെയ്താലും നല്ലതാണ് കേട്ടോ. അതെ, ഇത് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ. ബോട്ടിൽ ഗ്രീൻ ആ യെല്ലോയും നല്ലതല്ലേ. ബോട്ടിൽ ഗ്രീൻ വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ ഗ്രീനും ഈ റാണി പിങ്കും കൂടെ ഇങ്ങനെ പെയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ ഗ്രീനും ഈ ഒരു മസ്റ്റാർഡ് യെല്ലോയും കൂടെ ഇങ്ങനെ പെയർ ചെയ്യാം. ഇത് നല്ല സൂപ്പർ കോമ്പിനേഷൻ അല്ലേ. ഇതും നല്ലതാണ്. ഇത് നല്ലതല്ലേ. റാണി പിങ്കും ബോട്ടിൽ ഗ്രീനും നല്ലതാണ്. ഇതും നല്ലതാണ്. ഇത് സാരിയായിട്ട് എടുത്തിട്ട് ഇത് ബ്ലൗസായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇത് ലാവൻഡർ 175 പെർ മീറ്റർ റേറ്റ്. വീഡിയോ കാണുമ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് കോമ്പിനേഷൻ നിങ്ങളും കൂടെ സെറ്റ് ചെയ്താൽ മതി. ഇത് റെഡിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ മസ്റ്റർഡ് യെല്ലോയൊക്കെ പോകും കേട്ടോ. ഈ ഒരു ഗ്രീൻ, ഇത് ബോട്ടിൽ ഗ്രീൻ, ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരും. ബോട്ടിൽ ഗ്രീൻ, ഈ ഗ്രീൻ നമുക്ക് ആ ബോട്ടിൽ ഗ്രീൻ വരുമായിരുന്നു അല്ലേ. അത് ഈ ബോട്ടിൽ ഗ്രീനിന് വേണമെങ്കിലും ഇങ്ങനെ ലൈറ്റ് ആൻഡ് ഡാർക്കായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഒരു ലൈറ്റ് സീ ഗ്രീൻ ആൻഡ് ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീൻ ടു ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് റെഡ്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് ബ്ലാക്കിന് പിന്നെ ഏത് വേണേലും കൊടുക്കാം അല്ലേ. ബ്ലാക്കിന് റാണി പിങ്കോ മസ്റ്റാർഡ് യെല്ലോയോ ഏത് വേണേലും പോകും. റാണി പിങ്ക് പോവും. ബ്ലാക്ക് ആൻഡ് റാണി പിങ്ക് അല്ലല്ല, റാണി പിങ്ക് പ്ലെയിൻ.
ഇത് വേണമെങ്കിൽ പറ്റും, നല്ല ബ്ലാക്ക് ആൻഡ് റാണി പിങ്ക് പറ്റും. ഇത് എങ്ങനെ വേണേലും നമുക്ക് പെയർ ചെയ്യാം. അടുത്തത് വരുന്നത് ഒരു ചെറുപയർ പച്ചയുടെയൊക്കെ ആ ഒരു ഗ്രീൻ, അതിനും വേണമെങ്കിൽ നമുക്ക് അതെ ഇങ്ങനെ പെയർ ചെയ്യാം. അടുത്തത് വരുന്നത് നേവി ബ്ലൂ. നേവി ബ്ലൂവിന് ശരിക്കും ആ റാണി പിങ്ക് നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ. നേവി ബ്ലൂവിനും ആ പ്ലെയിൻ, അതേപോലെ ആ പിങ്കും. യെസ്, ഇതേ നേവി ബ്ലൂ ആൻഡ് ഓരോന്ന് കാണിക്കാം. നേവി ബ്ലൂ ഇതേ ഈ റാണി പിങ്ക്, ഇത് നല്ല മാച്ചിങ്ങിലിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഷോളായിട്ട് ഉപയോഗിക്കണമെങ്കിൽ, എന്നിട്ട് കോൺട്രാസ്റ്റ് ബോട്ടം വെച്ചിട്ട് ഇത് ഷോളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കണ്ടോ ഇങ്ങനെ വരും. അല്ലെങ്കിൽ നമുക്കിതേ ഈ നേവി ബ്ലൂവും ഈ പിങ്കും ഇതുമൊക്കെ നല്ല നല്ല കോമ്പിനേഷൻസ് ആട്ടോ. അതെ നേവി ബ്ലൂ പിങ്ക് ഇങ്ങനെയൊക്കെ നല്ല കോമ്പിനേഷൻസാണ്. ഇവിടെ വീഡിയോ എടുക്കണ ആൾക്ക് ഭയങ്കര നിർബന്ധം ഈ യെല്ലോയും നേവി ബ്ലൂവും കൂടെ കാണിക്കണമെന്ന്. അതെ നിങ്ങൾ തന്നെ പറ ഏതാ നല്ലതെന്ന്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.